ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയാകുമ്പോൾ ഉപ്പൂറ്റിയിലുള്ള വേദന കൂടുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷൻസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ പറയുന്നത് കൽക്കേനിയൽ സ്പർ അല്ലെങ്കിൽ ഹീൽ സ്പറിനെ കുറിച്ചാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ അടിയിലുള്ള കൽക്കേനിയൽ ബോണിന്റെ അവിടെ നിന്ന് ഒരു എല്ലിന്റെ വളർച്ച ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ അതിനെ കംപ്രസ് ചെയ്ത് വേദന ഉണ്ടാകുന്നു. രണ്ടാമത് നമ്മൾ പറയുന്നത് പ്ലാന്റാർ ഫേഷ്യേറ്റിസിനെ കുറിച്ചാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉപ്പൂറ്റിയുടെ അടിവശത്ത് നിന്നുള്ള ഒരു പേശിക്ക് ഒന്നെങ്കിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നതാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത്. അടുത്തതായി ഇത് കൂടുതലായി കണ്ടുവരുന്നതെന്ന് പറയുന്നത് ഒത്തിരി നേരം നിൽക്കുന്ന ജോലിയുള്ളവർ, അതായത് ഈ ടീച്ചേഴ്സ്, നഴ്സുമാർ, അതുപോലെ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ ആണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അതുപോലെ തന്നെ തെറ്റായ ഫുഡ് വെയർസ് യൂസ് ചെയ്യുന്നവർ, ഒരുപാട് നേരം ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നവർ, ഫ്ലാറ്റ് ഫുട്ട് ഉള്ളവർ, പിന്നെ അമിത വണ്ണമുള്ളവര്, പിന്നെ വൈറ്റമിൻ ഡിയും കാൽഷ്യം ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവരിലുമാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ വേദന കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ചപ്പലുകൾ യൂസ് ചെയ്യുക. MCR ചപ്പൽ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ്, അതായത് മൈക്രോ സെല്ലുലാർ റബ്ബർ ചപ്പലുകൾ. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 4 സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ്. ആദ്യത്തേത് ഹീൽ സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. ഇതിനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡിൽ ഇരുന്നുകൊണ്ട് കാല് നിവർത്തി വെച്ചിട്ട് നമ്മുടെ കാൽപാദത്തിന്റെ ഉൾവശത്തേക്ക് ഒരു ചെറിയ ടവൽ വെച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് പുള്ളി ചെയ്യുക. എന്നിട്ട് ഒരു 10 തൊട്ട് 15 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് 2 കാലിൽ ഒരു 2 മുതൽ 3 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അടുത്തത് മസാജ് എക്സസൈസ് ആണ്. ഇതിനായിട്ട് ടെന്നീസ് ബോൾ എടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ സാധാ വെള്ളം കുടിക്കുന്ന കുപ്പിയിൽ വെള്ളം നിറച്ച് അതിനെ ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുക്കുക. എന്നിട്ട് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും എടുത്ത് നമ്മുടെ കാൽപാദത്തിന്റെ അടിയിൽ വെച്ചിട്ട് കാൽപാദം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക. ഇങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ചെയ്യുക. 2 കാലിലും ചെയ്യുക. ദിവസം ഒരു 2 പ്രാവശ്യം വെച്ച് ചെയ്യുക. അടുത്തത് നമ്മുടെ വേദന അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. അതായത് ഈ അടുത്തിടെ തുടങ്ങിയ വേദനയാണെങ്കിൽ നമ്മൾ ഐസ് പാക്ക് വെക്കുക. അതായത് നമ്മുടെ ഉപ്പൂറ്റിയിൽ നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ഐസ് പാക്ക് വെക്കുക. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചെയ്യുക. ഇനി നമുക്ക് ഒരുപാട് നാളുകൊണ്ടുള്ള വേദനയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇളം ചൂടുവെള്ളത്തിൽ ഇപ്സം സോൾട്ട് ഇട്ടിട്ട് നമ്മുടെ കാല് ഒരു 10 തൊട്ട് 15 മിനിറ്റ് നേരം അതിൽ മുക്കി വെക്കുക. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചെയ്യുക. ഇങ്ങനെ ഐസ് പാക്ക് ആണ് വെക്കുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും സ്വെല്ലിങ്ങോ ഇൻഫ്ലമേഷനോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. ഇനി നമ്മൾ ഇളം ചൂട് വെള്ളത്തിലാണ് കാല് മുക്കി വെക്കുന്നതെങ്കിൽ നമ്മുടെ മസിൽ റിലാക്സ് ചെയ്യാനും സ്റ്റിഫ്നെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഇത് സഹായിക്കും. മൂന്നാമതായിട്ട് അമിത ഭാരമുള്ളവരെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. നാലാമതായി ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഒരുപാട് നേരം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അമിതമായി ഹീല് ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക.